നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ തിരുവല്ല സെന്റർ അവലോകന യോഗം നടത്തി. മെഡിക്കൽ സർവീസ് റിപ്പോർട്ടുകൾ നഴ്സ് ഇൻചാർജ് പ്രിയങ്ക, ഫിസിയോതെറാപ്പിസ്റ്റ് ജൂഡിറ്റ് എന്നിവർ അവതരിപ്പിച്ചു. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ എബിൻ മാത്യു സാം സെന്ററിന്റെ പൊതുവായ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ശേഷം നടന്ന ചർച്ചയിൽ KS പ്രകാശ്, മോഹൻദാസ്, PN അനീർ, ദീപ്തി നായർ, വിജയകുമാരി, ശശിധരൻ പിള്ള, അബി എബ്രഹാം, ചെറിയാൻ ഫിലിപ്പ്, ജിൻസി ജോബി, സൗമ്യ CS, പ്രിയ പ്രകാശ്, വിനോദ്, കൃഷ്ണകുമാർ C പിള്ള, ഉഷ സുരേഷ്, സണ്ണി തോമസ്, PB അജയ്കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. സെന്ററിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി ഏപ്രിൽ 30 വിപുലമായ യോഗം നടത്താൻ തീരുമാനിച്ചു. ആൽഫ കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ, വിഷൻ 2030 സ്റ്റേറ്റ് കോർഡിനേറ്റർ അംജിത് കുമാർ എന്നിവർ നേതൃത്വം വഹിച്ചു. തൃശൂർ പൂരം 2025 എക്സിബിഷൻ ആൽഫയുടെ സ്റ്റാളിൽ ഡോൺ ബോസ്കോ കോളേജിലെയും ചിറ്റിലപ്പള്ളി ICS പബ്ലിക് സ്കൂളിലെയും SAPC ആരിഷ് ക്ലബ് മെമ്പർമാർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഇന്ന് രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ ആൽഫ സ്റ്റാളിലെ ഡൊണേഷൻ ബോക്സ് കളക്ഷനും മറ്റ് ബോധവൽക്കരണ പരിപാടികൾക്കും വിദ്യാർത്ഥികൾ മുൻനിരയിലുണ്ടായിരുന്നു. ആൽഫ തൃശൂർ സെന്റർ ജോയിന്റ് സെക്രട്ടറി ലത റോയ്, വൈസ് പ്രസിഡന്റ് സരോജ വിൽസൺ, വോളണ്ടിയർ ജിജി കുരുവിള എന്നിവർ വിദ്യാർത്ഥികൾക്ക് ആൽഫയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.